ഇന്ന് +1 +2 പ്രവേശന ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മണക്കാട് ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ നിന്നാണ്. തത്സമയത്തും ഞാൻ ഇന്നിവിടെ വന്നപ്പോൾ ഒരുപാട് വിദ്യാർത്ഥിനികൾ അവരിന്ന് പ്രവേശന ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാവരും ക്ലാസ്സുകളിലാണ്. അവർ ഇറങ്ങുമ്പോൾ അവരുടെ നമുക്കൊന്ന് കാണാം ആ പശ്ചാത്തലം. പ്രവേശന ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മണക്കാട് ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലെ PTA പ്രസിഡൻ്റാണ് എൻ്റെ ഒപ്പം ഉള്ളത്. ഇന്നത്തെ ഈ സ്കൂൾ തുറക്കുന്നതുമായിട്ട് ബന്ധം വളരെയധികം മഴയും മറ്റുമൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്കൂൾ തുറപ്പാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ PTA പ്രസിഡൻ്റായ പുള്ളിയുടെ ചോദിക്കാം. അതായത് ഇപ്പം മണക്കാട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഹൈസ്കൂളും VHSEയും +2ഉം മൂന്നും ഒന്നിച്ച് ഉള്ള ഒരു ക്യാമ്പസാണ്. അപ്പോൾ ഹൈസ്കൂളിൻ്റെ പ്രവേശനോത്സവം ജൂൺ 2-ാം തീയതി കഴിഞ്ഞു. VHSEയുടെയും +2വിൻ്റെയും പ്രവേശനോത്സവമാണ് ഇന്ന് നടന്നത്. രണ്ടും +2 പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് ഡോക്ടർ ദിവ്യ S. അയ്യരാണ്. VHSEയുടെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത് VHSE അഡീഷണൽ ഡയറക്ടറായിട്ടുള്ള ശ്രീ ഉബൈദുള്ള സാറാണ്. അപ്പോൾ അത് കഴിഞ്ഞ കാലങ്ങളിൽ നല്ലൊരു തുടക്കമായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ VHSEയിലായിരുന്നാലും +2വിലായിരുന്നാലും ഏറ്റവും മികച്ച വിജയം കൊയ്ത വിദ്യാലയങ്ങളിലൊന്നാണ് മണക്കാട് ഗേൾസ് ഹൈസ്കൂള്. അപ്പോൾ ഗേൾസ് പെൺപള്ളിക്കൂടം എന്നുള്ള നിലയിൽ കോട്ടൺ ഹിൽ സ്കൂൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്കൂളാണ് മണക്കാട് ഗേൾസ് ഹൈസ്കൂൾ. അപ്പം ഈ ഗേൾസ് ഹൈസ്കൂളിൽ നല്ല രീതിയിലുള്ള അധ്യാപകരും അവരുടെ ശിക്ഷണവും ബാക്കിയുള്ള PTA കമ്മിറ്റികളും എല്ലാം കൂടെ ആണ് ഇങ്ങനൊരു സംവിധാനത്തിൽ സ്കൂളിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പം പൊതുവിദ്യാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർക്കാരിൻ്റെ കുറേ കാര്യങ്ങൾ ഈ പൊതുവിദ്യാലയത്തിലെ കുട്ടികളുടെ പഠിത്തത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഈ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി ഇഷ്ടം പോലെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ആ ഒരു ഉന്മേഷം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു തുടക്കമാണ്. അപ്പം പൊതുവിദ്യാലയങ്ങൾ സാധാരണക്കാരായ കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസവും നല്ല പ്രോത്സാഹനവും കൊടുക്കുന്ന മികവിൻ്റെ ഇടങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാലയങ്ങൾ. പ്രത്യേകിച്ചും ഇത് സ്വകാര്യ സ്കൂളുകളിലെ വെല്ലുന്ന ഒരു നല്ല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. സ്കൂളും പരിസരമൊക്കെ നല്ല, അതായത് സ്വകാര്യ മേഖല വെല്ലുന്ന തരത്തിലുള്ളതാണ്. അപ്പോൾ ഇത്രയും പരിചയം സർക്കാർ വളരെയധികം പ്രാതിനിധ്യം സ്കൂളിൽ നൽകുന്നുണ്ട്. അതെ, ഉറപ്പായിട്ട് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനി ഇവിടുന്ന് ഉന്നത വിജയം നേടി പല മേഖലയിൽ എത്തിപ്പെടുന്ന നിരവധി പേരുണ്ട്. ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. ഇന്ന് തന്നെ ഞങ്ങൾ +2 ഇവിടെ നിന്ന് ഹ്യൂമാനിറ്റീസ് എടുത്ത് 1200 മാർക്ക് വാങ്ങി വിജയിച്ച ജ്യോതിക എന്നുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഇപ്പം BA സോഷ്യോളജിയിൽ ഫസ്റ്റ് റാങ്ക്, കേരള യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയ കുട്ടിയാണ്. ആ കുട്ടിയെ +2ൻ്റെ ഈ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ആദരിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇപ്പം റീസെൻ്റായിട്ട് ഉള്ള കുട്ടിയാണ്. അപ്പം മിക്കവാറും മികവുറ്റ രീതിയിൽ ഇപ്പോൾ പാഠ്യേതര മേഖലയായിരുന്നാലും പാഠ മേഖലയായിരുന്നാലും അതിലെല്ലാം മികവുറ്റ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മണക്കാട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഉപകരിക്കുന്ന ഒരുപാട് ഇൻസ്ട്രക്ഷൻ ഇവിടുന്ന് തന്നെ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം ഉപകരിക്കുന്ന ഇതാണ് നമ്മുടെ PTA പ്രസിഡന്റായ മുബാറക്ക് പറയുകയുണ്ടായത്. തീർച്ചയായിട്ടും മണക്കാട് ഗേൾസ് സ്കൂൾ ഉന്നതതലത്തിലെ രാജകുടുംബത്തിലെ നിരവധി പേര് മുമ്പൂടെ പഠിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ സ്കൂള് ഇനിയും വളരെയധികം മുന്നോട്ട് വരട്ടെ. ഇതിന് ഈ ഇവിടുത്തെ പരിസരവാസികളും മറ്റുമൊക്കെ ഭയങ്കര സപ്പോർട്ടല്ലേ? ഉറപ്പായിട്ടും എല്ലാവരും നമ്മുടെ സ്കൂളിൻ്റെ വികസന സമിതിയുണ്ട്. പരിസരവാസികളെയും ഇവിടുത്തെ പൊതുപ്രവർത്തകരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കൂളിൻ്റെ വികസന സമിതിയുണ്ട്. ആ വികസന സമിതി നല്ല രീതിയിലുള്ള പ്രോത്സാഹനമാണ് ഈ സ്കൂളിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിവേചനമില്ലാതെ ഇവിടുത്തെ ഈ പരിസരവാസികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദവും കലാകാരങ്ങളും സർക്കാരുകളും നല്ല രീതിയിൽ പരിരക്ഷിച്ചു പോകുന്ന ഒരു സ്കൂളാണ് മണക്കാട് ഗേൾസ് സ്കൂൾ. ബൈ.